ഹായ് ഹലോ ജെസ്സിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുസുതിയെ സംബന്ധിച്ച ഒരു വിഷയമായിട്ടാണ് ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഞാൻ രേണുസുതിയെ പറ്റി അസുഖബാധിതയതിനു ശേഷം ഒരു വീഡിയോ മറ്റെന്തോ ചെയ്തിട്ടുണ്ട്. അധികം വീഡിയോസൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം അസുഖബാധിതയായി കിടക്കുന്നവർ ചിലപ്പോൾ രോഗത്തിൻ്റെ ആ മൂർധന്യതയിൽ അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അവർ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിച്ചോട്ടെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാണിച്ചോട്ടെ. എനിക്ക് അവരെ പറയാൻ ഒരു യോഗ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. കാരണം ഞാൻ മുഖേന അവർ വേദനിക്കരുതല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിട്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ കാരണം, രേണുസുതിയുടെ ചേച്ചി രേണുസുതിക്ക് ഈ അസുഖത്തിന് മേടിക്കുന്ന മരുന്നിൻ്റെ വില ഒരു ബില്ല് കാണിച്ചിരുന്നല്ലോ. ആ ബില്ല് കള്ളത്തരമാണ്, ബില്ലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. എനിക്കും അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു നിർവാഹമില്ല അറിയാനായിട്ട്. പ്രത്യേകിച്ചും രേണുസുതിയുടെ ചേച്ചി ഒരു നേഴ്സാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഒരു ബില്ല് കള്ളമായിട്ട് വന്ന് പറയുമോ ഇല്ലയെന്നൊക്കെ ഡൗട്ടുണ്ട്. പക്ഷെ ആരോട് ചോദിക്കാൻ എങ്ങനെ അറിയാം? പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതൊന്നും അറിയണമെന്ന്. അപ്പോൾ ഒരാൾ സത്യാവസ്ഥ അന്വേഷിച്ചു ആ മെഡിക്കൽ ഷോപ്പിൽ പോയി തന്നെ ചോദിച്ചു വിവരങ്ങൾ അറിഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വീഡിയോ ഇട്ടവരോടെല്ലാവരോടും, ആരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സത്യാവസ്ഥ അന്വേഷിച്ചറിഞ്ഞിട്ട് പോരായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ? ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുന്നതിനൊരു പരിധിയില്ലേ? അസുഖത്തിൻ്റെ കാഠിന്യത്തിലും ആ കുട്ടി റീൽസ് ചെയ്യുന്നു, അത് ഒച്ചത്തിൽ സംസാരിക്കുന്നു, ഒക്കെ അവരുടെ മറ്റ് പേഴ്സണൽ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു. അതിനൊക്കെ അതിന് കഴിയുന്നില്ലേ? അത് ദൈവം അതിന് കൊടുത്ത ഒരു അത് കഴിവ് തന്നെയായിരിക്കും. കാരണം സാധാരണ ക്യാൻസർ രോഗികളൊക്കെ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയുമ്പോൾ തന്നെ തളർന്നും തകർന്നു പോകുന്നവരാണ്. ഈ ഒരു കുട്ടി ആ കിടക്കയിൽ കിടന്ന് അതെന്തെങ്കിലും കാട്ടിക്കോട്ടെ. നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ മുഖേന പെട്ടെന്ന് അതിനെന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ ഒക്കുമോ? ഉടനെ എല്ലാവരും ആദരാഞ്ജലി ഇടുക, അതങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞത്, അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടല്ല, ഇങ്ങനെ പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ. വീണ് കിടക്കുന്നവനെ ചവിട്ടരുത്. കാരണം ആർക്കും അസുഖം വരാം. നാളെ ആർക്കും ഇത് സംഭവിച്ചുകൂടുന്നില്ല. ഈ വീഡിയോ ഇടുന്ന ആർക്കെങ്കിലും ഒരാൾക്കാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക്, ഞാൻ ഈ മോശം വീഡിയോസ് ഇടുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇത് സംഭവിച്ചാൽ നാളെ നിങ്ങളുടെ വീഡിയോസ് എടുത്തു കൊണ്ടുവച്ച ആൾക്കാർ പറയും, എന്നാൽ രേണുസുതിയെ കുറേ പറഞ്ഞ് പൈസ ഉണ്ടാക്കിയതല്ലേ, അനുഭവിച്ചോ, കർമ്മ തിരിച്ചടിക്കും. ഇതൊക്കെ ആയിരിക്കും ആൾക്കാർ നിങ്ങളെക്കുറിച്ചും പറയാൻ പോകുന്നത്. അപ്പോൾ രേണുസുതി മാത്രം ഇങ്ങനെ കണ്ടൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, ആർക്കും വരാടോ, അസുഖം ആർക്കും വരാം. അസുഖത്തിനെ വെച്ച് ആരും ഇങ്ങനെ വേദനിപ്പിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ആ ചേച്ചി കാണിച്ച ബില്ല് കള്ളത്തരമാണെന്ന് പറഞ്ഞവർക്ക് ആ ചേച്ചിയുടെ പ്രാർത്ഥനയും മനസ്സിൻ്റെ ഒരു വേദനയും ദൈവം കണ്ടിട്ടായിരിക്കും ആ ഷോപ്പിൽ തന്നെ ചെന്ന് ഒരാൾ അവിടെ നിന്ന് ഡീറ്റെയിൽസ് എടുത്തു അതിൻ്റെ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇടാനിടയായി. അത്രയെങ്കിലും ദൈവം അവരുടെ സത്യസന്ധത തെളിയിക്കാനായിട്ട് ഒരവസരം കൊടുത്തല്ലോ എന്നാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. കാരണം ഈ ബില്ല് കള്ളത്തരമാണെന്ന് പറഞ്ഞ് ആ ഒരു കുടുംബം ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഒരുപാട് അവരെന്തുമാത്രം മാനസികമായിട്ട് ഇപ്പം തളർന്നും തകർന്ന ഒരവസ്ഥയിലായിരിക്കും. അവരുടെ മറ്റ് യാതൊരു കാര്യങ്ങളോ വീഡിയോ ഇടുന്നവരുടെ കാര്യങ്ങളോ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഒറ്റ കാര്യമേ അറിയേണ്ടതുള്ളായിരുന്നു, ആ ബില്ലിൻ്റെ സത്യാവസ്ഥ. എന്തായാലും അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞല്ലോ, ഒരുപാട് സന്തോഷം. അവരുടെ മരുന്ന് ഓരോരുത്തർക്കും അസുഖത്തിന് ഓരോ സ്റ്റേജ് ഉണ്ടെന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അവരുടെ അസുഖത്തിന് അത്രയും വില കൂടിയ മരുന്ന് ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആ മരുന്ന് അവർക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. അവർ ഈ വീഡിയോ ഇടുന്ന ആരോടും വന്ന് നിങ്ങൾ എനിക്ക് പൈസ താന്ന് പറയുന്നില്ലല്ലോ.
അറിഞ്ഞാരെങ്കിലും അവരെ കൊണ്ട് സഹായിക്കുന്നെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. പിന്നെ അവർ ഓരോ ആൾക്കാരെ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ, എടാ അവർ വിളിക്കുന്നെന്ന് പറയുന്നത് എല്ലാം പൈസയ്ക്കായിരിക്കില്ല. എല്ലാവരെയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സമാധാനവും സന്തോഷമൊക്കെ വരും. അതിനൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കാനും അവരെയൊക്കെ കാണുമ്പോൾ ഒരാശ്വാസം. ഈ ഓരോ ആൾക്കാരെ അങ്ങോട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മനസ്സിൻ്റെ ആശ്വാസത്തിനായിരിക്കും കേട്ടോ. എല്ലാവരും അവർ പൈസയ്ക്കാണ് എന്ന് വിചാരിക്കുന്ന പിന്നെ കുറേ കമൻറ്റുകളും ഞാൻ കണ്ടു. ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല. എനിക്ക് ഈ രേണുസുതിയെ ഒരു വിഷയങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ്. നമ്മുടെ പിന്നെ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് ഒരാളും വേദനിക്കാൻ പാടില്ല. നമ്മൾക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. രേണുസുതി വല്ല കുറ്റങ്ങളോ തെറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതൊന്നുമല്ല എൻ്റെ വിഷയം. നമ്മുടെ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് വേദനിക്കരുത്. നമ്മൾ എത്ര വേദനിപ്പിക്കുന്നു അത് നമ്മൾ വേദനിക്കേണ്ടി വരും എന്നൊരു ചിന്ത ഈ വീഡിയോ ഇടുന്നവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ബില്ലിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനും അതിനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്നും എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത്. ഇതിനെക്കുറിച്ച് ഇനി വേറൊരു വീഡിയോ ഇല്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ബൈ.